ഹായ് അഖ്വാൻ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അറബി അക്ഷരമാലയിലെ ഒന്നാമത്തെ അക്ഷരം അലിഫ്. അലിഫ് ആണ് ആദ്യമായിട്ട് ഒരു വിദ്യാർത്ഥി പഠിക്കുന്ന അറബി അക്ഷരം അലിഫ്. മദ്രസയിൽ ചേർക്കുന്നതിൻ്റെ മുമ്പ് തന്നെ കുട്ടികൾക്ക് അലിഫിനെ കുറിച്ച് അറിയാൻ പറ്റും. ഈ അലിഫ് എന്ന അക്ഷരം എങ്ങനെ എഴുതുന്ന രൂപം അത് വളരെ ചുരുക്കിക്കൊണ്ട് ഇവിടെ വിശദീകരിക്കാൻ പോവുകയാണ്. അതൊന്ന് ശ്രദ്ധിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അലിഫ്, അലിഫ്, മുകളിൽ നിന്ന് താഴോട്ട് അലിഫ്, അലിഫ്. ഇത് എഴുതുമ്പോൾ കണ്ട ചെറിയൊരു വളവുണ്ട് അടിയിലേക്ക്. അതിന് അറബി എഴുത്തിൻ്റെ വിഷയത്തിൽ പറയുന്ന രൂപമുണ്ട്. അതായത് ഒരാൾ ആകാശത്തേക്ക് ചന്ദ്രനെ ദർശിച്ചിങ്ങനെ നിൽക്കുകയാണെങ്കിൽ എങ്ങനെ നിൽക്കുക? മുകളിലിങ്ങനെ ചന്ദ്രനെ നോക്കിയിട്ട് ഇങ്ങനെ ആകാശത്തേക്ക് നോക്കി നിൽക്കുകയാണെങ്കിൽ ചെറിയൊരു വളവിൽ നിൽക്കൂലേ? ആ ഒരു ശൈലിയിലാണ് അലിഫ് എഴുതേണ്ടതെന്ന് ഈ എഴുത്തുമായി ബന്ധപ്പെട്ട ശാസ്ത്രം പറയുന്ന ആളുകൾ പറയുന്നുണ്ട്. അത് സാന്ദർഭികമായിട്ട് പറഞ്ഞാണ്. അലിഫ് എന്നുള്ളത് ചെറിയൊരു വളവോട് കൂടി മുകളിൽ നിന്ന് താഴോട്ടാണ് നമ്മൾ എഴുതേണ്ടത്. മുകളിൽ നിന്ന് താഴോട്ടാണ് അലിഫ് എഴുതേണ്ടത്. ഒന്നുകൂടെ ശ്രദ്ധിക്കുക, മുകളിൽ നിന്ന് താഴോട്ടാണ് അലിഫ് വരയ്ക്കേണ്ടത്, എഴുതേണ്ടത്. നേരത്തെ പറഞ്ഞതുപോലെ ചെറിയൊരു വളവുണ്ടാവും. പിന്നെ അതിൻ്റെ മുകളിൽ നിന്ന് ചെറിയൊരു കുനിപ്പ് നമ്മൾ കൊടുക്കും. കുനിപ്പ് നമ്മൾ പറയും, അതിന് അറബിയിൽ ഹല്യ, ആഭരണം, അതിൻ്റെ ഭംഗിക്ക് കൊടുക്കുന്ന, സീനത്തിന് കൊടുക്കുന്ന സാധനം. അതുകൊണ്ട് ഹല്യ ആഭരണം എന്ന് പറഞ്ഞു ആ ചെറിയ കുനിപ്പ് കൊടുക്കും. അതങ്ങനെ എഴുതുന്ന പൂർണ്ണ രൂപം ഇതാണ് അതിൻ്റെ പൂർണ്ണ രൂപം. അത് ശ്രദ്ധിക്കുക, മുകളിൽ നിന്ന് താഴോട്ടാണ് എഴുതേണ്ടത് കേട്ടോ. ഇനി നമ്മൾ താഴെ നിന്ന് മുകളിലേക്ക് എഴുതുന്നൊരു സന്ദർഭം വരുന്നുണ്ട്. അതെപ്പോഴാണ്? മറ്റൊരു അക്ഷരവുമായിട്ട് കൂട്ടി എഴുതുന്ന സമയത്ത്. ഉദാഹരണം, ബാവുമായിട്ട് കൂട്ടി എഴുതുമ്പോൾ ബാ കിട്ടാൻ വേണ്ടി എഴുതുമ്പോൾ അടിയിൽ നിന്ന് മുകളിലോട്ടാണ് അത് എഴുതേണ്ടത്. അപ്പോൾ രണ്ട് രൂപത്തിൽ അലിഫ് എഴുതും. ഒന്ന് മുകളിൽ നിന്ന് താഴോട്ട്, അതാണ് അത് സ്വന്തമായിട്ട് അത് എഴുതുന്ന സമയത്ത് മുകളിൽ നിന്ന് താഴോട്ടാണ് എഴുതുക. മറ്റൊരു അക്ഷരവുമായി കൂട്ടി എഴുതുന്ന സമയത്ത് എന്ത് ചെയ്യും? അടിയിൽ നിന്ന് മേപ്പോട്ടും എഴുതുന്നതാണ്. ഓക്കെ, ഇതാണ് അലിഫിനെ കുറിച്ച് പറയാനുള്ളത്.